നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയുടെ പ്രസക്തി അത് പലപ്പോഴും ശബരിമല എന്ന വിഷയം രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ കടക്കുന്നത് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഉയർന്നു വന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പീഠങ്ങളുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിവാദം. അത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ശബരിമലയിൽ എത്തുന്ന ഈ രീതിയിലുള്ള വിശ്വാസികൾ നൽകുന്ന സ്വർണവും മറ്റ് ഉരുപ്പടികളുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങൾ എങ്ങനെ, അതിൻ്റെ സുതാര്യത എന്ത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ ഉയർത്തുകയാണ്. ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയോ, കടത്തിയെങ്കിൽ അതിന് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ദേവസ്വം അധികൃതരുടെ ഇതിലുള്ള പങ്കെന്താണ്, ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ രാഷ്ട്രീയ നേതൃത്വത്തിന്? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കോടതിയുടെ തന്നെ നേരിട്ടുള്ള അന്വേഷണം നടക്കുന്നു. അപ്പോൾ ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തത വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചന എന്ന ഒരു വാദമാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി വന്ന് ഈ പീഠങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം പറയുന്നു, താൻ അത് നൽകിയിരുന്നു എന്ന് പറയുന്നു. പിന്നീട് അത് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെക്കുകയാണ്. അതൊരു വലിയ ഗൂഢാലോചനയാണ് എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നതെങ്കിൽ, പ്രതിപക്ഷം സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ഈ സ്വർണ്ണപ്പാളി എങ്ങനെ പുറത്തുപോയി? തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറുകയാണ്. വി.ഡി. സതീശന്റെയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വി.എൻ. വാസവന്റെയും പ്രതികരണങ്ങൾ കേൾക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റ് പലരിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ്. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളാണ് ഈ നിലയിൽ വരെ വന്ന് എത്തി നിൽക്കുന്നത്. ഈ സ്വർണം അടിച്ചു മാറ്റുന്നവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ സാഹചര്യങ്ങൾ പരുവപ്പെട്ടത് എങ്ങനെയാണ് എന്നത് നമുക്കറിയാം. എന്തായാലും സർക്കാരിന് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിധിവരെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നത് വ്യക്തമാണ്. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. മുൻ ദേവസ്വം ബോർഡിന്റെ കാലത്ത് നടന്ന ഇടപാടിൽ വീഴ്ച വന്നെങ്കിൽ നടപടി ഉണ്ടാകും എന്നതാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ പൂർണ്ണമായും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ശബരിമല. എല്ലാം സുതാര്യമെന്ന ഒരു ബോധ്യവും വിശ്വാസവുമാണ് അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചായാലും പുറമെ എല്ലാവർക്കും ഉള്ളത്. ശബരിമലയെ സംബന്ധിച്ച് ഈ എന്തൊക്കെ വാദങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ പോലും നിരവധി ദുരൂഹതകൾ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്. UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ 1999 ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൊതിഞ്ഞു എന്നത് രേഖകളിൽ വ്യക്തമാകുന്നു. പിന്നെന്തിനാണ് ചെമ്പ് ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്?
ഒരിക്കൽ സ്വർണം പൂശിയത് പിന്നീട് എങ്ങനെ ചെമ്പായി മാറുന്നു എന്ന സ്വാഭാവികമായ സംശയമാണ് അവിടെ ഉയരുന്നത്. അങ്ങനെ അത് ചെമ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയെങ്കിൽ അതിന് പിന്നിൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയം. വിജയ് മല്യ സ്വർണം പൂശിയ ശില്പങ്ങൾ എങ്ങനെ 2019 ചെമ്പായി? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ സാങ്കേതിക പിഴവ് പറ്റിയതാണോ? അങ്ങനെയെങ്കിൽ അത് വിശദീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രവൃത്തിയും ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തണമെന്നത് ദേവസ്വം മാനുവലിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് സ്വർണം ഇത് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതി നൽകിയത്? അവിടെ എന്തുകൊണ്ട് അതിന് വഴിവെച്ചില്ല? ഇങ്ങനെ മാനുവലിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇത്തരമൊരു നടപടി ഉണ്ടായി. ഇത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യം കോടതിയെ അറിയിക്കാതെ ചെയ്യാൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നത് വിശദീകരിക്കേണ്ടതാണ്. തിരികെ കൊണ്ടുവന്ന സ്വർണം തൂക്കം പരിശോധിക്കാതെ പുനഃസ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശബരിമലയിലെ അവതാരങ്ങളെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച ദേവസ്വം ബോർഡും സർക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ വിശ്വാസത്തിലെടുത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. പ്രതിപക്ഷവും അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ബിനാമിയാണെങ്കിൽ അതിന് പിന്നിൽ ആര് എന്ന ചോദ്യം പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കാണ് അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടത്. വീഴ്ചകൾ പരോക്ഷമായി സമ്മതിക്കുന്ന 2019 ഭരണസമിതി നേതൃത്വം എല്ലാ ദേവസ്വം മാനുവൽ പ്രകാരമാണോ എപ്പോഴും നടക്കുന്നതെന്ന ചോദ്യം മാത്രമാണ് തിരിച്ചുന്നയിക്കുന്നത് എന്നത് നമ്മൾ ഗൗരവത്തിൽ കാണണം. വീഴ്ച വരുത്തിയവർക്കെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുക്കുമെന്ന് പിന്നീട് വന്ന ദേവസ്വം പ്രസിഡന്റ് അനന്തഗോപനും പ്രതികരിച്ചു. അപ്പോൾ അവർ 2 ടേമുകളിലായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത് കൂടിയാണ് നമ്മൾ കണ്ടത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. അത്രയേ ഉള്ളൂ. അതിലിപ്പോ മുൻ പ്രസിഡന്റുമാർ ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും പെശകുണ്ടെന്നുള്ള നിലയിൽ ഒരഭിപ്രായപ്രകടനം നടത്തുന്നത് ശരിയല്ലല്ലോ. പ്രസിഡന്റുമാർ നമ്മൾ വിവാദം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വിശ്വാസത്തിലെടുക്കാനേ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഊഹാപോഹങ്ങൾ വെച്ച് മറ്റു കാര്യങ്ങൾ പറയാൻ ഒന്നും ശരിയല്ലല്ലോ. അവിടെ അത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമരഹിതമായ പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ള കാര്യമല്ലല്ലോ. അതെല്ലാം അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പം അത് സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്താൻ എന്നെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ലല്ലോ. കാരണം മുൻ പ്രസിഡന്റ് ചെയ്ത ഒരു കാര്യം അത് ചിലപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹം ശരിയായ കാര്യങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പെശകുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യാമെന്നല്ലേ ഉള്ളൂ. എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ തൻ്റെ കാലത്തൊന്നും നടന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നത് കൃത്യമാണ്. അത് ഉത്തരവുകളിലെ പിഴവായും സ്വർണ്ണത്തൂക്കത്തിലെ വ്യത്യാസമായും ഒക്കെ നിഴലിച്ചു നിൽക്കുന്നതാണ്. ആ ഉരുപ്പടികൾ പുറത്തേക്ക് പോയതെങ്ങനെ എന്നത് സംബന്ധിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവരെ ആരാണ് വിശ്വാസത്തിലെടുക്കുന്നത്? അവരെ എങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ആരാണ്? അത് നിയമം മറികടന്ന് മാനുവലിൽ പറയുന്ന രീതിയിലല്ലാതെ ഒക്കെയും ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാടാക്കുന്നത് ആരാണ്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ സ്വന്തം നിലയിൽ നടക്കുമോ? അപ്പോൾ ആരുടെയൊക്കെയോ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഒരു കണക്കും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല എന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അവിടെ കിട്ടുന്ന സാധനങ്ങളെക്കുറിച്ച് സ്ട്രോങ് റൂമിലുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇല്ല എന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കെടുകാര്യസ്ഥതയുടെ തുറന്നുകാട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംഭവിച്ച വിഷയങ്ങളിൽ കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലൂടെ എല്ലാ വിവരങ്ങളും പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തപ്പെട്ടവർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഇപ്പോൾ ഈ ചൂണ്ടിക്കാട്ടുന്ന പിഴവുകൾ, ഉയരുന്ന ചോദ്യങ്ങളൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തത്തിലൂടെ ആ വിഷയങ്ങളിൽ ഇടപെടണം എന്നത് മാത്രമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്നതിലെ യാഥാർത്ഥ്യം പുറത്തു വരുമോ എന്നറിയാം.